ഈ ബെസ്റ്റുകളെ കൊണ്ട് വല്ലാത്ത ശല്യമാണ്. ഒരുപാട് മെസ്സേജ് വരുന്നു. പ്രണയിക്കുന്നവർക്ക് ഇവരൊരു പേടി സ്വപ്നമാണ് അത്രേ. ഇവർ കാരണം സ്വസ്ഥത നഷ്ടപ്പെടുന്നു. എന്താണ് ബെസ്റ്റുകൾ? നിങ്ങൾ അവരുടെ മനസ്സും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഈ പ്രണയിക്കുന്ന ആളെ വേറെ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവോ, ആരെങ്കിലും കൂടുതൽ അടുപ്പം കാണിക്കുമെന്നൊക്കെ ഓൾറെഡി ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ഈ പ്രണയിക്കുന്നവരെ നടപ്പ്, പ്രത്യേകിച്ച് തുടക്കത്തിലൊക്കെ. പിന്നീട് ഇതൊക്കെ ബ്രേക്കായ ആളുകൾക്കായാലും എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഇത്തിരിയൊക്കെ പോസസീവ്നെസ് ഉള്ളിൽ കാണൂലേ? അതിന് അത്രത്തോളം എഫക്റ്റീവായി മറച്ചു പിടിക്കാൻ കഴിയുന്നതിനനുസരിച്ച് പുരോഗമിച്ചവനാണെന്നും പറഞ്ഞ് നടിച്ച് നടക്കാമെന്ന് മാത്രം. മനോരോഗം പോലുള്ള ടോക്സിക് പൊസസീവ്നെസ്സിനെ പറ്റി അല്ല പറയുന്നത് കേട്ടോ. നോർമൽ പൊസസീവ്നെസ് പ്രകൃതിയുടെ ഒരു നീഡാണ്. എന്റേതെന്നുള്ള ആ തോന്നലിൽ, ആ സെൽഫിഷ്നെസ്സിൽ നിന്നൊക്കെ തന്നെയാണ് പ്രകൃതിയാൽ ആ ബന്ധം ദൃഢമാവുന്നത്. അപ്പോഴാണ് ഈ ബെസ്റ്റിയുടെ വരവ്. പിന്നീട് ഈ തേനീച്ചക്കൂട്ടിൽ കല്ല് വീണ പോലെ തലയ്ക്കകത്ത് ആകെ ഒരു അലോസരമാണ്. ആവശ്യത്തിൽ കൂടുതൽ സ്വകാര്യതകൾ ഷെയർ ചെയ്തുകൊണ്ട്, തനിക്കുള്ളതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം കാണിച്ചുകൊണ്ട്, എപ്പോൾ നോക്കിയാലും ഒട്ടിക്കൊണ്ട് കൂടെ നടക്കുന്ന ഈ ബെസ്റ്റ് തെണ്ടിയെ എങ്ങനെ ഒഴിവാക്കും എന്നുള്ളതാണ് പലപ്പോഴും ഈ പ്രണയക്കാരുടെ ചിന്ത. ബെസ്റ്റുകളെ ഇത്തിരി സ്പേസ് അവർക്ക് കൊടുക്കുന്നേ. നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇപ്പൊ അവരുടെ ഉള്ളിൽ നടക്കുന്ന പകുതി പ്രശ്നങ്ങളും ഈ ബെസ്റ്റിയോടുള്ള സംശയവും ദേഷ്യവും ഉള്ളിൽ പുകഞ്ഞു കത്തി ഉണ്ടാവുന്നതാണ്. അവർക്ക് നിങ്ങളോട് ചിലപ്പോൾ അത് പറയാൻ പറ്റാതെ ആവാം. നിങ്ങൾ ആ പാവം ലവറിനെ സംശയരോഗിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ബെസ്റ്റുകളിൽ കുറെ പേർ ഇതൊന്നും അറിയാതെ, ഓർക്കാതെ, ഉള്ളിൽ ഒരു കള്ളത്തരവും ഇല്ലാതെ നിഷ്കളങ്കമായ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടു നടക്കുന്നവരാണെന്ന് അറിയാം. പക്ഷെ അപ്പോഴും നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും പ്രണയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് ഉള്ളിൽ ഇപ്പോഴും ആ പ്രണയം സൂക്ഷിച്ചുകൊണ്ട് ബെസ്റ്റിയെങ്കിൽ ബെസ്റ്റ് എന്നും പറഞ്ഞ് കൂടെ നടക്കുന്ന ഫെയിൽഡ് ലവേഴ്സ് ആണ് എന്ന തിരിച്ചറിവാണ് അവരുടെ മെയിൻ ടെൻഷൻ.